ആത്മീയ ശുദ്ധിയുടെ മറ്റൊരു രാമായണ മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ. പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ ആത്മീയ ശുദ്ധി കൈവരിക്കുന്ന പുണ്യമാസമാണ് രാമായണം. മലയാളം കലണ്ടർ പ്രകാരം മിഥുന മാസത്തിലെ കർത്തവാവിന് ശേഷം സൂര്യൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്ന പുണ്യമുഹൂർത്തത്തിലാണ് കർക്കിടക മാസം ആരംഭിക്കുന്നത്. അത്തരത്തിൽ ഈ വർഷത്തെ രാമായണ മാസം ആചരിക്കുന്നത് ജൂലൈ 17 വെള്ളിയാഴ്ചയാണ്. സൂര്യൻ്റെ ദക്ഷിണായന കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാസമായാണ് ഇതിനെ കണക്കാക്കുന്നത്. ആത്മീയ ശുദ്ധിയുടെ ഈ മാസത്തിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും പ്രത്യേക കർമ്മങ്ങളും ആചാരങ്ങളും നിലനിൽക്കുന്നു. പ്രധാനമായും രാമായണ പാരായണം. ഈ 31 ദിവസത്തെ കാലയളവിൽ രാമായണം വീടുകളിലും ക്ഷേത്രങ്ങളിലും വായിക്കുന്നത് പതിവായിട്ടുള്ള കാര്യമാണ്. രാമായണ മാസത്തിൽ കർക്കിടക മാസത്തിൻ്റെ ആദ്യ ദിവസം മുതൽ രാമായണ പാരായണം ആരംഭിച്ച് അവസാന ദിവസം വരെ തുടരുന്നു. കുടുംബത്തിലെ പ്രായമായവരാണ് കൂടുതലും അടുത്ത തലമുറയ്ക്ക് രാമായണം പാരായണം ചെയ്യുന്നത്. ജ്യോതിഷശാസ്ത്ര പ്രകാരം സൂര്യൻ തൻ്റെ സ്വന്തം ക്ഷേത്രമായ ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപായുള്ള രാശിമാറ്റമാണ് ഇത് പ്രകൃതിയിൽ എന്ന പോലെ തന്നെ മനുഷ്യനിലും പല മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഒരു മാസമാണ്. പഞ്ഞമാസം എന്നറിയപ്പെടുന്ന ഈ മാസത്തിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും പ്രത്യേകം പൂജകളും മറ്റും നടത്താറുണ്ട്. കൂടാതെ പല രോഗങ്ങൾക്കുമുള്ള ചികിത്സകൾ കർക്കിടക മാസത്തിൽ നടത്തുന്നത് അതിൻ്റെ കൂടുതൽ ഫലവും ഗുണവും ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ തന്നെ ഈ കാലയളവിൽ ശരീരത്തിലെ ത്രിദോഷങ്ങളെ സമനിലയിലാക്കാൻ കർക്കിടകക്കഞ്ഞി പോലുള്ള ഔഷധക്കഞ്ഞികളും കുടിക്കുന്നത് പതിവാണ്. കർക്കിടക മാസത്തിലെ കർത്തവാവ് ദിനത്തിൽ നടത്തുന്ന പിതൃതർപ്പണമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കുടുംബത്തിൽ നിന്നും മരിച്ചുപോയ പിതൃക്കളെ സ്മരിക്കുന്ന ദിനമാണിത്. ഇവർക്ക് വേണ്ടി അന്നേ ദിവസം നടത്തുന്ന കർമ്മങ്ങൾ അവർക്ക് പരലോകത്ത് പുണ്യമാകുമെന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അതിലൂടെ അവരുടെ അനുഗ്രഹം നേടാൻ സാധിക്കുമെന്നുമാണ് വിശ്വാസം. കൂടാതെ രാമായണ മാസത്തിൽ കോട്ടയം, തൃശൂർ ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നീ 4 ക്ഷേത്രങ്ങളിലേക്കും വിശ്വാസികൾ തീർത്ഥാടനം നടത്തുന്നതും പതിവാണ്. ഈ ആചാരത്തെ നാലമ്പല ദർശനം അല്ലെങ്കിൽ 4 ക്ഷേത്ര ദർശനം എന്ന് വിളിക്കുന്നു.